സ്വാഗതം. ഞാൻ ഷിഫ്ന. ഇന്ന് ഓഗസ്റ്റ് 8 ഡിവിഷന്റെ 309 എപ്പിസോഡിൽ നമ്മുടെ മുമ്പിൽ എത്തുന്നത് സിജിയിലെ ഏറ്റവും സീനിയറായ ശ്രീമതി മറിയക്കുട്ടി തയ്യൽ മാഡമാണ്. കോഴിക്കോട് സ്വദേശിനിയായ അവർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ്, അതായത് 1946 ജൂലൈ മാസത്തിലാണ് ജനിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിപ്ലോമ ഇൻ ഫങ്ഷണൽ അറബിക്, BA ഹിസ്റ്ററി, MA ഇംഗ്ലീഷ് എന്നിവയും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA സോഷ്യോളജി, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG ഡിപ്ലോമ ഇൻ ചൈൽഡ്, അഡോളസെന്റ് ആൻഡ് ഫാമിലി കൗൺസിലിംഗ്, SLRCയുടെ സീനിയർ മോസ്റ്റ് ഹയർ ക്ലാസ് ഇൻ അറബിക്, ഹിന്ദി പ്രവീൺ എന്നിവ കരസ്ഥമാക്കിയിട്ടുണ്ട്. SLRCയുടെ മദ്രസയിൽ സദർ ആയിട്ടുണ്ട്. കോയമ്പത്തൂർ ടെലിഫോൺ എക്സ്ചേഞ്ച്, കോഴിക്കോട് ടെലിഫോൺ എക്സ്ചേഞ്ച് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. 2006 പ്രിൻസിപ്പൽ സെൻട്രൽ മാനേജർ ആയി BSNL നിന്നും റിട്ടയർ ചെയ്തു. സിജി നടത്തുന്ന സ്റ്റെപ്പ് പ്രോഗ്രാം, വെക്കേഷൻ ക്യാമ്പുകൾ എന്നിവയുടെ കോർഡിനേറ്ററായി സിജിയിൽ പ്രവേശിച്ചു. ജനറൽ ബോഡി അംഗമെന്ന നിലയിൽ സിജി നടത്തുന്ന പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നു. ഒരു സീനിയർ സിജിയൻ ആയി തുടരുന്നത് അഭിമാനിക്കുന്ന വ്യക്തിയാണ്. സ്നേഹത്തോടെ, ആദരവോടെ മറിയക്കുട്ടി മാഡത്തെ ഡിവിഷൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിവിഷൻ ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജിലെ ഫെമിന മാഡം, ഡിവിഷൻ പ്രോഗ്രാമിന്റെ അണിയറ പ്രവർത്തകർ, ഇന്ന് എത്തിച്ചേർന്ന മുഴുവൻ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് ടോക്കിനായി മറിയക്കുട്ടി മാഡത്തെ ക്ഷണിക്കുന്നു. മാം, പ്ലീസ്. അസ്സലാമലൈക്കും. നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് പുതിയതായിട്ടൊന്നും നിങ്ങളോട് പറയാനില്ല. ബട്ട് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിന്ന് ചിലർക്ക് എൻ്റെ പഠിപ്പ് ആഫ്റ്റർ 50 years ആണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അതുവരെ +2 എൻ്റെ മോന് മെഡിക്കൽ കോളേജിലെ ഒരു കാർഡിയോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം 2014 മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തെ കേന്ദ്രീയ വിദ്യാലയ മലപ്പുറം സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച് അവനെ പഠിപ്പിച്ച് അപ്പൊ ആ നേരത്ത് കുറച്ച് നോളജൊക്കെ ഉണ്ടായി. അപ്പൊ ഞാൻ വിചാരിച്ചു, അവൻ മെഡിക്കൽ കോളേജിൽ ചേർന്നപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജ് കോഴിക്കോടിന്റെ അടുത്ത് തന്നെ വീട് വാങ്ങി താമസം തുടങ്ങി. അപ്പൊ അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ചേർന്നപ്പോ പിന്നെ എനിക്ക് അവനെ പഠിപ്പിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പഠിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എന്തെങ്കിലും അറബി സംബന്ധം, ഞാൻ എടത്തനാട്ടുകര ഓറിയന്റൽ ഹൈസ്കൂളിൽ, ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിച്ചു പാസ്സായത്. അപ്പൊ അറബിക് ആയിരുന്നു ഞങ്ങളുടെ മെയിൻ. അപ്പൊ അറബിക് ലാംഗ്വേജിൽ എന്തെങ്കിലും ഉണ്ടോന്ന് പോയി നോക്കിയപ്പോ അറബിക് ഡിപ്പാർട്ട്മെന്റില് ഡിപ്ലോമ ഇൻ ഫങ്ഷനിൽ അറബിക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അതായിട്ട് നോക്കുമ്പോ അത് ഞാൻ നന്നായിട്ട് റാങ്കോടെ പാസ്സായി. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം അടുത്ത പടി എന്താണ്. അപ്പോ കറസ്പോണ്ടൻസിൽ BSNL ജോലി ഉണ്ടെന്ന് അറിയാലോ. ആ ജോലിയോട് കൂടി തന്നെ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു പഠിപ്പ്. അപ്പൊ BA ഇംഗ്ലീഷ് ഇല്ല, അപ്പൊ BA ഹിസ്റ്ററി ഉണ്ട്. ഏതായാലും ഒരു ഡിഗ്രി ആവട്ടെ എന്ന് വിചാരിച്ച് BA ഹിസ്റ്ററിയിൽ ജോയിൻ ചെയ്തു. BA ഹിസ്റ്ററി എല്ലാം കഴിഞ്ഞ് പാസ്സായി, ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായപ്പോ എല്ലാവരും പറഞ്ഞു ഇംഗ്ലീഷിലൊക്കെ നല്ല മാർക്ക് ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് MA ഇംഗ്ലീഷ് എടുത്തുകൂടാ. ഇതൊന്നും എൻ്റെ സ്വപ്നത്തിൽ കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ 10 മക്കളായിരുന്നു. ഒരു റെസ്റ്റിക് ഏരിയ എന്ന് പറഞ്ഞാൽ റിമോട്ട് വില്ലേജ് ആണ്. സൈലന്റ് വാലിയുടെ മലയുടെ ചോട്ടിലാണ്. ഞങ്ങൾ എടത്തനാട്ടുകാരെ എന്നൊക്കെ അറിയായിരിക്കും. മണ്ണാർക്കാട് ആ ഭാഗത്താണ്. പുഴകളും തോടുകളും. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിന്നൊന്നും അന്നൊന്ന് സ്കൂളിൽ പോകുക 8 കിലോമീറ്റർ നടന്നിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നത്. അപ്പൊ തിരുവിഴാംകുന്ന് എന്ന സ്ഥലത്തുനിന്ന് പിന്നെ എടത്തനാട്ടുകര വരെ നടക്കണം. നടന്നിട്ടും പോരാ, പുഴയും കിടക്കണം. പുഴയിൽ വെള്ളം വന്നാൽ അന്ന് സ്കൂളിൽ പോകാൻ പറ്റില്ല. ഇപ്പൊ അവിടെയൊക്കെ പാലമുണ്ട്, എല്ലാ പുതിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് വളരെ പരിതാപകരമായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ പോക്കൊക്കെ. ഞങ്ങളൊരു ജാഥയായിട്ട് ഒരു 10-12 ആൾക്കാർ ഞങ്ങളെ നാട്ടിൽ നിന്ന്
പോവാണ്ട്. ഒക്കെ ഞങ്ങളെ ഫാമിലി തന്നെ, തയ്യൽ ഫാമിലിയിലെ ആൾക്കാർ തന്നെ. അപ്പൊ അങ്ങനെ പുഴയിൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഞങ്ങളുടെ ഭാഗത്തുള്ളവര് മുറിയക്കണ്ണിക്കാർ വേഗം വിട്ടോളാൻ പറയും സ്കൂളിൽ നിന്ന്. അപ്പൊ 4 മണിക്ക് മുമ്പ് തന്നെ ഞങ്ങളെ വിടും. അങ്ങനെ അഡ്വഞ്ചറസ് ആയിരുന്നു നമ്മളെ സ്കൂൾ ലൈഫ്. അതും എനിക്ക് ഒരുപാട് ഒരു മുതൽക്കൂട്ടായി ലൈഫിലെ പരീക്ഷണങ്ങൾ വരുമ്പോഴും അതിലൊക്കെ വളരെ സഹായകരമായി അന്നത്തെ ചെറുപ്പത്തിലുള്ള ആ ഒരു അഡ്വഞ്ചറസ് സ്കൂൾ ഗോയിങ് ലൈഫ്. അപ്പോൾ അങ്ങനെ ആയി. ഇപ്പൊ അറബിക്കില് യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ ഇതേ ഉള്ളൂ DF. അത് കഴിഞ്ഞ് പിന്നെ BA ഹിസ്റ്ററി എടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷ് MA ശ്രീനാരായണ കോളേജിൽ വിമൺസിൽ കോഴിക്കോട് തന്നെ. അവിടെ പിന്നെ ഡിപ്പാർട്ട്മെന്റില് അവിടെ ചെന്ന് ജോയിൻ ചെയ്യാൻ ചെന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞ അയാൾ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അയാൾ ദേവഗിരി കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ഇംഗ്ലീഷിനൊന്നും ഇങ്ങനത്തെ ഷീസ് എൻ ഹൗസ് വൈഫ് ആൻഡ് എൻ MBS എൻ എംപ്ലോയി, ഐ കാണ്ട് അഡ്മിറ്റ് ഹർ, കറക്റ്റ് ടൈമിന് വരാൻ പറ്റൂല എന്നാ പിന്നെ. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞു ആ സാറിനോട്, സാർ അവര് നല്ല ഇങ്ങനെ ആഗ്രഹിച്ചു വന്നൊരു വ്യക്തിയല്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് അവരെ അക്സെപ്റ്റ് ചെയ്തുകൂടാ? അപ്പോൾ ആ സാറ് പറഞ്ഞു 9 മണിക്ക് കൃത്യം ഇവിടെ എത്തണം, അതിനൊന്നും അവരെ കൊണ്ട് കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹം മാറ്റിവെക്കല്ലാണ്ട് നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് റെഗുലർ കോളേജിൽ തന്നെ ചേരണം. ഞാൻ 6 മാസത്തേക്ക് ഡിപ്പാർട്ട്മെന്റിൽ ലീവ് എടുത്ത്. എന്നിട്ട് ആ സാറിന്റെ എൻ്റെ വാശിയായിരുന്നു, എനിക്ക് മര്യാദക്ക് ഇംഗ്ലീഷ് പഠിക്കണം, ലാംഗ്വേജ് ലിറ്ററേച്ചറിൽ എൻ്റെ താല്പര്യമായിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഒരു എന്താ പറയാ, എനിക്ക് അത്രയും ഒരു മോട്ടിവേറ്റഡ് ആയിരുന്നു. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു എന്താ പറയാ ഹരായിരുന്നു. അപ്പൊ ആ സാറ് പിന്നെ അവസാനം 6 മാസം കൊണ്ട് എന്നെ സറണ്ടർ ചെയ്യിപ്പിച്ചു. 20 വയസ്സുള്ള പെൺകുട്ടികളെക്കാളും ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, എനിക്ക് മൈ ടൈം ഈസ് പ്രീഷ്യസ്, ഞാൻ ഒരു ദിവസത്തെ ലോസ് ഓഫ് പേയിലാണ് ഇവിടെ വന്നിരിക്കണേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എൻ്റെ ടൈം വളരെ വാല്യുബിൾ ആണ്. അതുകൊണ്ട് തന്നെ MA ഇംഗ്ലീഷിൽ ഞാൻ സെക്കൻഡ് ക്ലാസ്സോട് കൂടിയാ പാസ്സായത്. ഏതായാലും അൽഹംദുലില്ലാ. ഇനിയിപ്പം അടുത്തത് എന്താന്നായപ്പം ഇപ്പൊ റിട്ടയർ ചെയ്യാൻ ഏകദേശമായി. ഇപ്പൊ MA സോഷ്യോളജി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ MA ഇംഗ്ലീഷ് പഠിച്ച ഒരാൾക്ക് അത്രയും വാസ്റ്റ് സിലബസ് ആണ്, അത്രയും ബുക്സ് നമ്മൾ എഴുതുക. മിഡ് നൈറ്റ് ചിൽഡ്രൻ, സൽമാൻ റുഷ്ദിയുടെ പിന്നെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്, അരുന്ധതി റോയുടെ, ഇതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ മധുര കാമരാജിന്റെ സോഷ്യോളജി ഒരു പ്രയാസമില്ലാതെ പാസ്സായി. പിന്നെ അപ്പോഴേക്ക് റിട്ടയർമെന്റ് ആയി. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഹിന്ദി പ്രവീൺ പാസ്സായി. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ബൈലിംഗൽ ഉള്ള ഇൻസെന്റീവ് ഒക്കെ വാങ്ങാൻ പറ്റും. BSNL നമ്മൾ ഓഫീസിൽ ലെറ്റേഴ്സ് ഒക്കെ നമ്മൾ ഹിന്ദിയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്താൽ അതിനൊക്കെ നമുക്ക് ഇൻസെന്റീവ് കിട്ടും. അപ്പൊ അങ്ങനെ ഹിന്ദി ലാംഗ്വേജ് മോനെ കേന്ദ്രീയ വിദ്യാലയം പഠിപ്പിച്ചപ്പോൾ സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ ഹിന്ദിയിലായിരുന്നല്ലോ. അപ്പൊ എനിക്ക് ഹിന്ദി നന്നായിട്ടായിരുന്നു. അപ്പൊ ഞാൻ ഹിന്ദി പ്രവീൺ പാസ്സായി. അപ്പൊ ഏതായാലും ഇംഗ്ലീഷും ഹിന്ദിയും എല്ലാ ലാംഗ്വേജിനെയും അതേപോലെ അറബിക്കിനെ കൈപ്പിടിയിൽ ഒതുക്കി. ഇപ്പോഴും അൽഹംദുലില്ലാ SLRC വന്ന ഖുർആൻ റിസർച്ചാണ്, സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്ററാണ്. ഈ സെന്ററിൽ പഠിക്കുമ്പോൾ ഒരു ലൈഫ് ലോങ് ആണ്, ഇനി അവസാനിക്കാത്ത, നമ്മൾ ഖബറിലേക്ക് എത്തുന്നവരെയുള്ള പഠിപ്പാണ്. അങ്ങനെയുള്ള ഒരു പഠിപ്പാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഖുർആനായിട്ട് വളരെ ഡീപ്പായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അത്രയും അഫ്ളൽ ഉലമയുടെ സിലബസ് ആണ്. ഞങ്ങൾക്ക് ഖുർആനെ പറ്റി നല്ല, ഏതറിയാത്തവർക്കും സർഫസ് മീനിങ് അല്ല, ഡീപ്പായിട്ട് തന്നെ റിസർച്ചായിട്ട് തന്നെ അറബിക് പഠിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും മരണം വരെയുള്ള ഒരു പഠിപ്പ് തന്നെയാണ് ഇപ്പൊ ഞാൻ പഠിക്കുന്നത്. ഏതായാലും നമ്മുടെ പഠിക്കാനുള്ള ഒരു വാശി അത് വല്ലാതെ എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് വളരെ പ്രചോദനമാവുകയും ചെയ്തു. പരീക്ഷണങ്ങളെ നേരിടാൻ എനിക്കത് വളരെ അനുകൂലമായി. സത്യം പറഞ്ഞാൽ ജീവിതത്തിലെ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ ഇനി പഠിപ്പ് എന്നുള്ള ഒരു ലേണിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ മറ്റുള്ളവർക്കും ഞാൻ പകർന്നു കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ജീവിതം പറയുന്നത് സിജിയുടെ മുമ്പ് സിജിയുടെ ശേഷം. അപ്പൊ BSNLിലെ ഈ ഒരു ജീവിതം കഴിഞ്ഞാൽ 2006 ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അബൂബക്കർ സാറിനെ വന്ന് കണ്ടിട്ട് സാർ എൻ്റെ വീട് ഇവിടെ അടുത്താണ്. അപ്പൊ സാറ് പറഞ്ഞു ആയിക്കോട്ടെ,
നിങ്ങളെ പോലെയുള്ള ആൾക്കാരെയാണ് ഇവിടെ ആവശ്യം എന്ന് സാറ് പറഞ്ഞു. സാറിന്റെ പേഴ്സണാലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തൊരു നല്ലൊരു മനുഷ്യനാണ്. ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കുമ്പോ ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടാവോ? ഇത്രയും ഡൗൺ ടു എർത്ത് ആണ്. നമ്മളോടൊക്കെ ഇത്ര റെസ്പെക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഏതായാലും അദ്ദേഹത്തെ പരിചയപ്പെട്ടതോടുകൂടി സിജി എൻ്റെ വീടായി. പിന്നെ 24 മണിക്കൂറും ക്യാമ്പും കുട്ടികളും ഞാൻ വേറെ ഒരു ലോകത്തിലേക്ക് എത്തിപ്പെട്ട പോലെ. 2006 പെൻഷൻ കഴിഞ്ഞ് പെൻഷന്റെ സൂട്ട് കേസുമായിട്ടാണ് ഞാൻ സാറിന്റെ മുമ്പിൽ വന്നത്. ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. സാറ് പറഞ്ഞ എന്നോട്, നിങ്ങളെ പോലെയുള്ളവരെയാണ് നമ്മൾ ഈ സമൂഹത്തിന് ആവശ്യമുള്ളത്, അതുകൊണ്ട് ഇത് മുതൽ നിങ്ങളുടെ വീടാണ്. അങ്ങനെ രാത്രിയും പകലും ക്യാമ്പും കുട്ടികളും. പിന്നെ സ്റ്റെപ്പ് എന്നുള്ളൊരു പ്രോഗ്രാമായിരുന്നു എനിക്ക്. എന്താ പറയാ, ഓർഫനേജിലെ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിച്ച് അവരെ നമ്മളെ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് ക്ലാസ്സുകൾ എടുത്ത് അവരെ അതിൽ നിന്ന് നല്ല കുട്ടികളെ, നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അങ്ങനെയുള്ള സ്റ്റെപ്പിലുള്ള ഒരു കുട്ടിയെ ഇപ്പൊ നമ്മളിപ്പോ MSc പരീക്ഷ പാസ്സായി, നല്ല മാർക്കോട് കൂടി റാങ്കോട് കൂടി പാസ്സായി. ഇപ്പൊ ആ കുട്ടി നമ്മള് CG സ്പോൺസർ ചെയ്ത ഒരു കുട്ടിയാണ്. ഇപ്പൊ B.Ed കിട്ടിയിട്ടുണ്ട് അതിന്. അങ്ങനെ എത്ര കുട്ടികളെ നമ്മൾ, ഒരുപാട് കുട്ടികളെ, ഈ സ്റ്റെപ്പിലെ മക്കളെ ഞാൻ ഓരോ ഓർഫനേജിലും പോയിട്ട് അവിടെ പോയി അതിൻ്റെ ഉള്ളിൽ കയറി അവിടെ കുട്ടികളെ പരീക്ഷ കൊടുത്ത് ഒരു പേപ്പർ ചെയ്ത് അങ്ങനെയാണ് അവരെ സെലക്ട് ചെയ്ത്. ഈ കോഴിക്കോട് ജില്ലയിലെ ഏകദേശം എല്ലാ യത്തീംഖാനകളിലും ഞാൻ പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് അതൊക്കെ ഒരു വലിയൊരു ഗിഫ്റ്റായിരുന്നു ലൈഫിൽ. നമ്മളെ മാതിരിയല്ല, ഒരുപാട് ആൾക്കാർ വേറെയും നമ്മളുടെ ആവശ്യക്കാരായിട്ടുണ്ട്. നമ്മൾ അവരുടെ നേരെ നോക്കുകയാണെങ്കിൽ അവർ ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ സാന്നിധ്യം, നമ്മുടെ സഹായവും എല്ലാം ആവശ്യമുള്ള ഒരു സമൂഹം നമുക്ക് നേരെ നോക്കുന്നുണ്ട് എന്ന് ഈ ഓർഫനേജുകളിൽ കൂടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി. അത് എനിക്കൊരു ചെറിയ പാഠം തന്നെയായിരുന്നു. നമ്മളൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. അതിന് ശേഷം സിജിയിൽ വന്നതിന് ശേഷമാണ് റിയലി ഇറ്റ് വാസ് മൈ പാഷൻ. BSNL വർക്ക് ചെയ്ത് അത് ജീവിക്കാനുള്ള വക എന്നല്ലാതെ ശരിക്ക് സിജി ആയിരുന്നു എൻ്റെ എല്ലാ കുടുംബവും, അവിടെയുള്ള സ്റ്റാഫും എല്ലാം എനിക്കൊരു ത്രില്ലായിരുന്നു. അതുകൊണ്ട് മറിയത്ത എന്ന് പറഞ്ഞാല് എല്ലാവർക്കും, എനിക്കും അങ്ങോട്ടും അവർക്ക് ഇങ്ങോട്ടും ഫേവറേറ്റ് ആയിരുന്നു. ഒരുപാട് പയ്യൻസ് അവിടുന്ന് വലിയ നിലയിലെത്തി പോയിട്ടുണ്ട്. സിജിയിൽ വന്ന ഒരാളും തന്നെ കഷ്ടപ്പെട്ടിട്ടില്ല. അവിടെ ഡെഡിക്കേറ്റ് ചെയ്ത എല്ലാവരും തന്നെ ഇപ്പൊ ദുബായിലും പിന്നെ ഖത്തറിലും ഒക്കെ എല്ലായിടത്തും വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നുണ്ട്. ശരിക്കും അവരൊക്കെ എപ്പോഴും രാത്രിയും പകലും അവിടെ ജീവിച്ച എന്നെ പോലെയുള്ളവരെ സ്നേഹിക്കുക, ആദരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും പിന്നെ ഇപ്പൊ എന്നെ ഇതിൽ വിളിച്ചത് എന്താന്ന് വെച്ചാൽ ഞാനൊരു സീനിയർ സിജിയനാണ് എന്നുള്ള നിലക്കാണ്. എന്തായാലും സിജിയെ ഞാൻ ആഘോഷിക്കുകയായിരുന്നു സത്യം പറഞ്ഞാല്. പിന്നെ നിങ്ങളെ പോലെയുള്ളവർക്ക് ഇനിയിപ്പോ പറഞ്ഞു തരാനുള്ളത്, ഇതിൽ പഴയ ആൾക്കാരുണ്ടോന്ന് എനിക്കറിയില്ല. ഏതായാലും അവരോട് എനിക്ക് പറയാനുള്ളത്, പുതിയ ആൾക്കാരോട് പറയാനുള്ളത്, സിജി എന്ന് പറയുന്നത് ഒരു എന്താ പറയാ സംസ്കാരമാണ്. അത് സൊസൈറ്റി എന്ന് പറഞ്ഞാല് സെക്കുലറാണ്. അതാണ് അതിന്റെ ഉദ്ദേശം. അതില് ജാതി മതോ ഭേദം ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിലേക്കാണ് നമ്മൾ വരുന്നത് അവിടെ. പിന്നെ എത്രയും നമ്മുടെ സമൂഹത്തിന്റെ പിന്നോക്ക സമുദായങ്ങൾ മുന്നോട്ട് വരാൻ സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ്. പിന്നെ അബൂബക്കർ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വിയോഗം നമുക്ക് വളരെ സങ്കടകരമായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോ സത്യം പറഞ്ഞാല് എന്താ പറയാ, എനിക്ക് തോന്നുന്നു അയാളൊരു കുടുംബനാഥനോ അങ്ങനെയുള്ളൊരു, അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ ദേഷ്യ സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കരിയർ കൗൺസിലർ, പേര് പറയുന്നില്ല, അദ്ദേഹം എന്നും ലേറ്റ് ആയിട്ടാ വരിക.
അപ്പോഴാണ് സാറിന്റെ ദേഷ്യം ഞാൻ കണ്ടത്. അദ്ദേഹം വേറൊരു മനുഷ്യനായി. ദേഷ്യപ്പെട്ട എല്ലാവർക്കും സങ്കടം വരും. സാറിന്റെ ദേഷ്യം എന്ന് പറഞ്ഞാല് അതൊരു ദേഷ്യം തന്നെയാണ്. അപ്പൊ ആ കരിയർ കൗൺസിലർ പിന്നെ ഒരു പ്രാവശ്യം കൂടി ലേറ്റ് ആയിട്ടില്ല സാറിന്റെ അങ്ങനത്തെ ഒരു മുഖം കണ്ടിട്ട്. പിന്നെ കല്യാണത്തിനൊക്കെ പോകുമ്പോഴും സാറ് ഞങ്ങളുടെ കൂടെ തന്നെ ഒരു ഫ്രണ്ടായിട്ട്. പിന്നെ ക്യാമ്പിനൊക്കെ ഞാൻ വരുമ്പോ 4 മണിക്ക് 5 മണിക്ക് ഞാൻ അങ്ങോട്ട് കയറി വരുമ്പോ സാറ് അങ്ങോട്ട് പോകുന്നുണ്ടാവും. അപ്പൊ പറയും, ഇനി ഇത് നിങ്ങളുടേതാണ് കേട്ടോ, എന്റേതല്ല. അതേപോലെ സാറിന്റെ ജീവിതത്തിൽ തന്നെ സിജി എന്ന് പറയുന്നത് അത് സാറിന്റെ കുടുംബമായിട്ട് ബന്ധപ്പെടുത്തിയതേ ഇല്ല. അതാണ് അദ്ദേഹത്തിന്റെ നല്ല മനസ്സ് എന്ന് പറയുന്നത്. ശരിക്കും സാറിനെ പരിചയപ്പെട്ടതാണ് എനിക്ക് ഏറ്റവും സിജിയായിട്ട്. ഇന്നും സിജിയോടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സാറിനോടുള്ള ഒരു കടപ്പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നിങ്ങളുടെ മ്യൂസിയൊക്കെ അറിയാം, മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്ത കാര്യത്തെ പറ്റി പറയല്ല കേട്ടോ. സിജിയായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം വിടാൻ പറ്റണില്ല മാനസികമായിട്ട്. ഇപ്പൊ മോൻ മരിച്ചതിന്റെ ശേഷമാണ് ഞാൻ എൻ്റെ മോൻ മെഡിക്കൽ കോളേജിലെ ഒരു കാർഡിയോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം 2014 മരിച്ചു. അതിന്റെ ശേഷം എനിക്ക് ഇതിനെ രാത്രിയൊന്നും അങ്ങോട്ട് മകനും പിന്നെ പേരക്കുട്ടിയുണ്ട്, പിന്നെ അവന്റെ വൈഫും ഉണ്ട്. ഇവിടെ AWH എഞ്ചിനീയറിംഗ് കോളേജിലെ വൈസ് പ്രിൻസിപ്പളാണ് അവള്. പിന്നെ മോനിപ്പോ മെഡിക്കൽ കോളേജിൽ കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് റാങ്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് റേസിൽ. അദ്ദേഹം ഫസ്റ്റ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാം സിജിയുടെ ഏറ്റവും അടുത്താണ് ഞാൻ താമസിക്കുന്നത് എന്നുള്ളത് കൊണ്ടും ഇടയ്ക്കിടയ്ക്ക് സിജിയിൽ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കും. ZA അഷ്റഫും എല്ലാം വളരെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും പഴയ ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള നിലക്ക് എന്നോട് ബഹുമാനവും സ്നേഹവും ഒക്കെ എല്ലാം ഉണ്ട്. സിജി എൻ്റെ തറവാടാണ്, അതുകൊണ്ട് അവിടുന്ന് വിട്ടുപോണ പ്രശ്നമില്ല. ഇപ്പോഴും ജനറൽ ബോഡിയിലെ മെമ്പറാണ്. സിജിയുടെ കാര്യങ്ങൾ ഇപ്പോഴും അന്വേഷിക്കാൻ. ഇപ്പൊ സിജി വികസിച്ച് വരുന്ന കാണുമ്പോൾ സന്തോഷമുണ്ട്. എന്നാലും നമ്മളെ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോകണുണ്ടോ എന്ന് നോക്കാനും നമ്മൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. കുട്ടി സാറ് മരിച്ചുപോയി, അതിലുള്ള കുറെ നല്ല വലിയ വലിയ ആൾക്കാരൊക്കെ മരിച്ചു. ഇനി അധികം ആൾക്കാരൊന്നും, ഇനി ഞാൻ തന്നെ ഉള്ളൂ ആ കൂട്ടത്തില് ബാക്കിയുള്ളത്. അൽഹംദുലില്ലാ. എന്നാലും എൻ്റെ അവസാനം വരെ സിജിയായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവും. ഞാൻ ഈ പറയുന്നതൊക്കെ എന്തിനാ വെച്ചാൽ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആഫ്റ്റർ സിജി ബിഫോർ സിജിയാണ്. അതുകൊണ്ട് എൻ്റെ ഇമെയിൽ അഡ്രസ്സ് വരെ സിജിയാണ്, മറിയം സിജിയാണ്. അപ്പൊ എല്ലാരും ചോദിക്കും എന്തിനാ ഈ സിജി ഇങ്ങനെ, എന്ത് ചെയ്യാൻ, എനിക്ക് അത്രയും ബന്ധാണ്, ആത്മബന്ധാണ് സിജിയായിട്ട്. അത് സാറിനോടുള്ള ഒരു കടപ്പാടാണ്. സിജിയുടെ എല്ലാ ഭാവി ഐശ്വര്യങ്ങളിലും നമ്മൾ ഉണ്ടാവണം. ഞാൻ വെൽവിഷറാണ്. അതുകൊണ്ട് ഇനി നമ്മളെ കൊണ്ട് അത്രയും കഴിയില്ലെങ്കിലും ഇപ്പോഴും പഠനത്തിലൂടെ ഞാൻ ഉള്ളത് കൊണ്ട് എനിക്ക് വയസ്സാകുന്നില്ല. പഠിപ്പ്, പ്രായം, ഇത് ഏജ് ഈസ് ഓൺലി എ നമ്പർ. പിന്നെ ജീവിതത്തിൽ ഖുർആനായിട്ടുള്ള ബന്ധം, അതേപോലെ ഗീത, ബൈബിള്, ഇതെല്ലാത്തിലും ഒരേ സംഗതികൾ തന്നെയാണ് പറയുന്നത്. നമുക്ക് ഖുർആനൊക്കെ ഡീപ്പിൽ മനസ്സിലാവുമ്പോൾ അറിയാം. ജീവിതത്തിലെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോൾ നമ്മള് സൂറത്ത് ഇതിലെ 28-ാമത്തെ ആയത്ത്, സൂറത്ത് ഹദീദിലെ 22-ാമത്തെ ആയത്ത്, ഇതെല്ലാം അല്ലദീന ആമനു തത്മഇന്ന ഖുലൂബുഹും ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ ഈ ഒരു ദിക്ർ കൊണ്ട് മാത്രമേ, ഈ ഒരു ഖുർആൻ കൊണ്ടാണ് നിങ്ങൾക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ഇതും അങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നും തന്നെ ഞാൻ നേരത്തെ രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. മാസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസിക്കും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഇതെല്ലാം വരുമ്പോൾ ജീവിതത്തിലെ പരാജയങ്ങള്, എൻ്റെ മോന്റെ നഷ്ടം എനിക്ക് വളരെ ഭയങ്കര, അത് ഇപ്പൊ അള്ളാഹു എനിക്ക് പുതിയൊരു അവന്റെ പേരിൽ അവന്റെ മോനെ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ ചുമര് വരെ അറിയുള്ളൂ, അതിനപ്പുറം അള്ളാഹുവാണ്. നമ്മൾ ദീർഘദൃഷ്ടി, അങ്ങനെ എല്ലാം സഹിക്കാനും പൊറുക്കാനും ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ ഈ പഠിപ്പിലൂടെ നേടാനും എല്ലാം എനിക്ക് ഈശ്വരൻ തന്ന ഒരു നിധിയാണ്. ഈ സിജി എന്ന് പറഞ്ഞ സ്ഥാപനത്തെ നിങ്ങളെപ്പോലെയുള്ളവർ കൊണ്ടു നടക്കുന്ന കാണുമ്പോൾ, പ്രത്യേകിച്ച് നൂസിയൊക്കെ എൻ്റെ ഫ്രണ്ടിന്റെ മകളാണ്, അവളുടെ വാപ്പയും ഞാനൊക്കെ ഒപ്പം പഠിച്ചതാണ്. അതുകൊണ്ട് അവളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട്
ഫോർ എക്സാമ്പിൾ പിന്നെ ഒരു പള്ളിയുടെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ അതിൽ തളർന്നു നിൽക്കുമ്പോൾ അവളാണ് എന്നെ ശരിക്കും സഹായിച്ചത്. അവൾ പറഞ്ഞു, മറിയത്ത, ഇതിനു വേണ്ടി നിങ്ങൾ അത്രയൊന്നും മെനക്കെടണ്ട, പൈസയും ചെലവാക്കണ്ട, അതിനൊക്കെ സൂത്രപ്പണിയുണ്ട് എന്നാണ്. റിയലി ഐ അഡ്മയർ ഹെർ, അവൾ കറേജ്. അവളുടെ നേതൃത്വത്തിൽ ഈ നിങ്ങളുടെ ഈ ഗ്രൂപ്പ് വളരെ നന്നായിട്ട് ഷൈൻ ചെയ്യട്ടെ, നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാകട്ടെ. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു മറിയം മാം. താങ്ക് യു മാം. നല്ലൊരു എനർജറ്റിക് ആയിട്ടില്ല, വല്ലാത്തൊരു ഇൻസ്പിറേഷൻ. താങ്ക് യു മാഡം. ഗുഡ് മോർണിംഗ്. ചിറകുകൾ വിടർത്താൻ മറന്നുപോയ സ്വപ്നങ്ങൾക്ക് പ്രായമല്ല അതിർവരമ്പ്, നമ്മുടെ ഉറച്ച മനസ്സാണ്. പഠനത്തിന് പ്രായമില്ല എന്ന തികച്ചും അർത്ഥവത്തായ വിഷയത്തില് നമ്മോട് സംസാരിച്ച ആദരണീയയായ മറിയക്കുട്ടി മാഡത്തിന് ഡിവിഷൻ പ്രോഗ്രാമിന്റെ സ്നേഹം നിറഞ്ഞ നന്ദി. ജീവിതത്തില് മക്കളുടെ വളർച്ചയും കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളും ഔദ്യോഗിക ജീവിതങ്ങളും ഒക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാല് സ്വന്തം സ്വപ്നങ്ങൾക്കുമേൽ വിശ്രമം എന്ന് കുറിച്ചു വെക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാല് വിരമിക്കൽ എന്നത് പുതിയൊരു തുടക്കമാണെന്നും അറിവിന്റെ ലോകത്ത് പ്രായം ഒരു തടസ്സമേ അല്ല എന്നും സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിത്വം. ഇത്രയധികം വിദ്യാഭ്യാസ യോഗ്യതകൾ നേടി പഠനത്തെ പ്രണയിച്ച മാഡത്തിന്റെ ജീവിതം തന്നെയാണ് ഈ സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വലിയൊരു സന്ദേശമാകുന്നത്. പ്രായത്തെ തോൽപ്പിച്ച് മുന്നേറാൻ നിങ്ങൾ കാണിച്ച ഈ ആർജവം ഇവിടെയുള്ള നമ്മൾ ഓരോരുത്തർക്കും തരുന്ന പ്രചോദനം അളവറ്റതാണ്. ഈ മനോഹരമായ അനുഭവങ്ങൾ പങ്കുവച്ചതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഡിവിഷൻ സിജി ഡിവിഷൻ ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജ് ഷിഫ്ന മാഡം ഉൾപ്പെടുന്ന ടീം മെമ്പേഴ്സിനും സ്നേഹം. ഗാന്ധിജി പറഞ്ഞ പോലെ നാളെ മരിക്കും എന്ന പോലെ ജീവിക്കുക, എന്നെന്നും ജീവിക്കും എന്ന പോലെ പഠിക്കുക. ആ വാക്കുകളെ അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ പകർത്തിയ സിജിക്കാരുടെ പ്രിയപ്പെട്ട മറിയത്ത. ബാർക്കിൽ നിന്ന് സയന്റിസ്റ്റായി റിട്ടയർഡ് ആയതിനു ശേഷം അബൂബക്കർ സാറിന്റെ വിഷൻ എത്രത്തോളമാണ് എന്ന് ഈ കുറഞ്ഞ വാക്കുകളിലൂടെ ആ വ്യക്തി എന്തായിരുന്നു എന്ന് കൂടി നമ്മോട് പറഞ്ഞപ്പോ ശരിക്കും ഒരു സിജിക്കാരി എന്നതില് വല്ലാത്ത അഭിമാനം തോന്നുന്നു. അതോടൊപ്പം തന്നെ സിജിയെ ഇനിയും കൂടുതൽ നെഞ്ചിലേറ്റിട്ട് ഉണ്ട് എന്ന് കൂടി ബോധ്യപ്പെടുത്തുന്നു. വളരെ ശ്രദ്ധയോടെയും ആവേശത്തോടെയും ഈ ക്ലാസ് ശ്രവിച്ച പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ. ഇന്ന് കേട്ട വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് ഒരു ചുവടുവെപ്പ് കൂടി വെക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന ആശംസയോടെ താങ്ക് യു ഓൾ.